ഹലോ. ഇന്ന് ഞാൻ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മോൻ വെളിയിൽ പോകാൻ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് അവനൊരു ഇച്ചിരി ഒരു റൈസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ഊസ്റ്റർ അല്ലെങ്കിൽ സോസേജ് എന്ന് പറയും ഗൾഫുകാരൊക്കെ. അതിനാദ്യം എണ്ണ ഒഴിച്ചു, ഇച്ചിരി സവോള ഇട്ടു. സവോള ഇട്ടതിന് ശേഷം ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി മുളക് ക്രഷ് ചെയ്ത് കേട്ടോ, വറ്റൽമുളക് ക്രഷ് ചെയ്ത് ഇട്ടു. സവോള ഇട്ടു, ഊസ്റ്റർ ഇട്ടു, ഉപ്പിട്ടു. ഇതിനധികം ഉപ്പിടണ്ട കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് മുട്ടയിടാൻ പോവാണേ. അപ്പം ഞാൻ ഇതിലോട്ട് മുട്ട ചേർത്തത് ഇങ്ങനെ നമ്മൾ ചിക്കി പൊരിച്ചെടുക്കുകയല്ലേ, അതുപോലെ ചിക്കി പൊരിച്ച് മിക്സ് ചെയ്തെടുക്കുവാണേ കേട്ടോ. ശേഷം നമ്മൾ അതിലോട്ട് ബിരിയാണി റൈസ് ഇട്ടു കേട്ടോ. ബിരിയാണി റൈസ് ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, കഴിക്കുകയും ചെയ്തോളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മുട്ടയും ഈ 2 സോസേജ് ഉണ്ടായിരുന്നു, ആ സോസേജ് കീറി അതിന് വേണ്ട സാധനങ്ങൾ ചേർത്ത് അങ്ങ് റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തേ കേട്ടോ. പൊട്ടാൻ തുടങ്ങി, ചീനിച്ചട്ടിക്കകത്ത് കിടന്ന് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാവേ. പക്ഷേ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വേണ്ടവർക്ക് മാത്രം കേട്ടോ, വേണ്ടവർക്ക് നമുക്ക് ഒരിച്ചിരി മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. മല്ലിയില ചെറുതായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നു. അതായത് ഒരു ബിരിയാണി ടൈപ്പ്. എന്നിട്ട് അതിനെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ കഴിക്കാം. ഇവിടെ തണുപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് ചൂടോട് കൂടി കഴിക്കുന്നതിനോടാണ് താല്പര്യം. തണുപ്പ് തുടങ്ങിയില്ലേ. അപ്പം എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാറായേ. അടിപൊളിയല്ലേ. അപ്പോൾ ഇറ്റാലിയൻകാർ പറയുന്ന പോലെ ബോൺ അപ്പെറ്റീറ്റോ റഗാസി കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം ബോൺ അപ്പെറ്റീറ്റോ. മോനും വിളമ്പി വെച്ചു, അമ്മയ്ക്കും വിളമ്പി വെച്ചു. മോക്ക് ഇച്ചിരി കഴിഞ്ഞ് മതി, ഇവിടെ നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടക്കുക. കണ്ടോ, 2 പ്ലേറ്റ്. യാ യാ യാ